തിരുവല്ലയിൽ കുറ്റപ്പുഴയിൽ ATM കൗണ്ടറിനകത്ത് പാമ്പിനെ കണ്ടെത്തി. ശനിയാഴ്ച വൈകിട്ടാണ് ATMിൽ നിന്നും പണം പിൻവലിക്കാനെത്തിയ കുറ്റപ്പുഴ സ്വദേശി പാമ്പിനെ കണ്ടത്. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഈ അടുത്ത ദിവസങ്ങളിലായി പാമ്പുകടിയേറ്റുള്ള മരണവും പാമ്പിനെ സംബന്ധിച്ച വാർത്തകളുമാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചൂട് കൂടിയ സമയത്ത് ഈ ഇഴജന്തുക്കളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ്. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്ന് വൈകിട്ട് 7 കൂടിയാണ് ATMിൽ പണം പിൻവലിക്കാൻ എത്തിയ ആള് ഈ പാമ്പിനെ കണ്ടത്. അതായത് പത്തനംതിട്ട തിരുവല്ല മർത്തോമ കോളേജിന്റെ സമീപത്തുള്ള ATMിൽ നിന്നാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ATM കൗണ്ടറിലാണ് പാമ്പിനെ കണ്ടത്. ഈ പണം പിൻവലിക്കാൻ എത്തിയ ആള് ബാങ്കിനുള്ളിൽ ഈ പാമ്പിനെ കാണുകയും പിന്നീട് മുറിയുടെ മൂലയിൽ ഒളിക്കുന്നത് അദ്ദേഹം കാണുകയും ചെയ്തു. തുടർന്ന് ബഹളം വെച്ചതോടെ സമീപവാസികളൊക്കെ എത്തി അവർ നടത്തിയ തിരച്ചിലും ഈ പാമ്പിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ, മൊബൈൽ ദൃശ്യങ്ങളിലും പാമ്പിന്റെ സാന്നിധ്യം വ്യക്തമാണ്. തുടർന്ന് ATM പുറത്തുനിന്ന് അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശോധന ഉടൻ തന്നെ ആരംഭിക്കും. പരിശോധന ആരംഭിക്കണമെങ്കിൽ ബാങ്കിന്റെ മാനേജർ കൂടി സ്ഥലത്തെത്തണം. കാരണം ATM ഒരു സുരക്ഷാ മേഖല കൂടിയാണ്. അത്തരം സ്ഥലങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടക്കമുള്ളവർ വിശദമായ പരിശോധന നടത്തുമ്പോൾ ബാങ്ക് അധികൃതരുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിലെ മാനേജർ എത്തിയ ഉടൻ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന ആരംഭിച്ച് പാമ്പിനെ പിടികൂടാനുള്ള നടപടി ആരംഭിക്കും. എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. പത്തനംതിട്ട കുറ്റപ്പുഴ, തിരുവല്ല കുറ്റപ്പുഴയിൽ നിന്ന് വരുന്ന ATM കൗണ്ടറിനുള്ളിൽ പാമ്പ്. ഭാഗ്യം കൊണ്ട് ഈ പാമ്പിനെ ആദ്യം കാണുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അപകടമൊന്നും പറ്റാഞ്ഞത്. എന്നാൽ ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ വിശദമായ വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന ഉടൻ ആരംഭിക്കുകയും ചെയ്യും. അവന്തിക. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.